ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിലോ ഒരു കൂട്ടത്തിലോ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ വിവേചിച്ച് അറിയാൻ കഴിയും. ഇവിടെ ശമരിയ പട്ടണത്തിൻ്റെ ക്ഷാമത്തെ മാറ്റുവാൻ ദൈവം ഉപയോഗിച്ചത് കുഷ്ഠരോഗികളായിരുന്നു. ഈ 4 കുഷ്ഠരോഗികളെ ദൈവം തൻ്റെ ആത്മാവിനാൽ വഴി നടത്തി എന്നുള്ളതിന് ചില തെളിവുകൾ ഞാൻ തിരുവെഴുത്തിൽ നിന്നും നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഈ കുഷ്ഠരോഗികൾ പട്ടണത്തിൻ്റെ പടിവാതിക്കലാണ് അന്ന് വസിച്ചിരുന്നത്. പട്ടണവാതിക്കലിലൂടെ വരുന്നവരോട് ഭിക്ഷ യാചിച്ചായിരിക്കാം അവർ ഉപജീവനം കഴിഞ്ഞത്. എന്നാൽ അരാമ്യ സൈന്യം വന്ന് പട്ടണം വളഞ്ഞതോടുകൂടെ പട്ടണവാതിലടച്ചു. അതുവഴിയായുള്ള ജനസഞ്ചാരവും നിലച്ചു. അതുകൊണ്ട് ആ പട്ടണത്തിലുള്ളവരെക്കാൾ ആദ്യം ക്ഷാമത്തിൻ്റെ കാഠിന്യം അനുഭവിച്ചത് ഈ കുഷ്ഠരോഗികളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പട്ടണത്തിൽ ക്ഷാമം കഠിനമായപ്പോൾ ഈ കുഷ്ഠരോഗികൾ മരണത്തിൻ്റെ വക്കോളവും എത്തി. തങ്ങൾ മരണത്തോടടുക്കുകയാണെന്ന് ഒടുവിൽ അവർ തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന എലീശ ശമരിയ പട്ടണത്തിൽ പ്രവചിച്ചതിൻ്റെ അന്ന് സന്ധ്യാസമയത്ത് അവർ ഒരു പുതിയ തീരുമാനമെടുത്തു. ആ തീരുമാനം എങ്ങനെയാണ് അവർ പറയുന്നത്? പട്ടണത്തിൽ ചെല്ലുക എന്ന് വെച്ചാൽ പട്ടണത്തിൽ ക്ഷാമമാകൊണ്ട് നാം അവിടെ മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. വരിക, നാം അരാംപാളയത്തിലേക്ക് പോകാം. അവർ നമ്മെ ജീവനോട് വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്നും അവർ അന്യോന്യം പറഞ്ഞ് അരാംപാളയത്തിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചതായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വിശപ്പുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാൾ ശത്രുവിൻ്റെ വാളേറ്റ് മരിക്കുന്നതാണ് നല്ലതെന്നും, അല്ല ഇനിയും അരാമ്യർ തങ്ങളെ ജീവനോട് വെച്ചിരുന്നാൽ തങ്ങൾക്ക് ജീവിക്കാമെന്നുള്ള തീരുമാനത്തിൽ അവർ 4 പേരും ഒരുമനപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പട്ടണത്തിനകത്തുള്ളവർ എലീശയുടെ പ്രവചനം കേട്ടെങ്കിലും ആ വചനത്തിന് മുമ്പിൽ അവർക്ക് ഒരുമനപ്പെടുവാൻ കഴിയാതെ സാത്താൻ അവരെ ചിതറിച്ചു കളഞ്ഞപ്പോൾ പാളയത്തിന് പുറത്ത് പട്ടണത്തിൻ്റെ പടിവാതിക്കൽ വസിച്ചിരുന്ന 4 കുഷ്ഠരോഗികളുടെ മേൽ ഐക്യതയുടെ ആത്മാവായ ദൈവാത്മാവ് വ്യാപരിക്കുകയും അവർ ഒരു മനസ്സോടെ ശത്രുപാളയത്തിലേക്ക് പോകുവാൻ പുറപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്കന്ന് സന്ധ്യാസമയത്ത് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ ഐക്യതയിൽ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവാത്മാവിൻ്റെ നിയന്ത്രണം ഉള്ളയിടത്താണ് ദൈവജനം ഐക്യതയിലാകുന്നത്. ദൈവസഭയുടെ പ്രാരംഭ നാളുകളിൽ ദൈവജനത്തിനിടയിൽ വ്യാപരിച്ച ഐക്യതയെക്കുറിച്ച് തിരുവെഴുത്തിൽ അനേക ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവർ ഏക ഹൃദയത്തോടും ഏക മനസ്സോടും ദൈവഹിതത്തെ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തവരിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികളും അസൂയയും പക, പിണക്കം എന്നിങ്ങനെയുള്ള ജഡിക സ്വഭാവങ്ങളും വെളിപ്പെട്ടു വരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: തന്നിൽ വിശ്വസിക്കുന്നവർ ഐക്യതയിൽ തികഞ്ഞവരാകണം എന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഓരോ ദേശത്തിനും ഓരോ സാത്താന്യ അധിപതിയും അവ ഉയർത്തിയിരിക്കുന്ന ശക്തമായ കോട്ടകളുമുണ്ട്. സാത്താൻ ഉയർത്തിയിരിക്കുന്ന ഇത്തരം കോട്ടകളെ ദൈവശക്തിയാൽ മാത്രമേ നമുക്ക് തകർക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവജനം ഒരുമനപ്പെടുമ്പോഴാണ് സാത്താന്യ കോട്ടകൾ തകർക്കപ്പെടുന്നത്. ഇതറിയാവുന്ന സാത്താൻ ദൈവജനത്തെ തന്നെ ചിതറിക്കുന്നു. പരസ്പരം ഭിന്നതയോടെ നിൽക്കുന്ന ദൈവസഭകളും ദൈവജനത്തെ ഭിന്നിപ്പിക്കുകയും അതാത് ദേശത്തെ ദൈവാത്മപ്രവൃത്തിയെ തടയുകയും ചെയ്യുന്നു. ആധുനിക ദൈവസഭകളിൽ ഭൂരിപക്ഷവും അവനവൻ്റെ സഭ ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കുന്നവരും അതിനുവേണ്ടി പോരാടുവാൻ ഒരുക്കമുള്ളവരുമാണ്. ഭൂലോകത്തിൻ്റെ സീമകളോളം പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു സഭയിലെ അംഗമാണ് എന്നതിലുപരി നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ ആത്മീക ശരീരമായിരിക്കുന്ന ദൈവസഭയിലെ അംഗമാണ് എന്നുള്ളതിന് അതിൽ വേണം നമ്മൾ അഭിമാനിക്കേണ്ടത്. പ്രസ്ഥാനങ്ങളുടെ കെട്ടുപാടിൽ കിടക്കാതെ ജനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമനപ്പെടേണ്ട കാലഘട്ടമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവർ സംഘടനാ വ്യത്യാസമില്ലാതെ അതാത് ദേശത്ത് ഒരുമനപ്പെടുമ്പോൾ ആത്മീയ ഉണർവിൻ്റെ അനുഭവം പകരപ്പെടും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവാത്മാവിൻ്റെ ക്രിയ അവരിൽ നടന്നതുകൊണ്ടാണ് അവർ ഒരുമനപ്പെട്ടത്. ആ 4 കുഷ്ഠരോഗികളും ഒരുമനപ്പെടാൻ കാരണം അവരുടെ ഉള്ളിൽ ഐക്യതയുടെ ആത്മാവായിരിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 30-ാം അധ്യായം 12-ാം വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നുണ്ട്: അവർക്ക് ഐക്യത നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ അവരിൽ വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവർ
പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ ശമരിയ പട്ടണത്തിന് പുറത്ത് കുഷ്ഠരോഗികളെ ഐക്യതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ പുതിയ പുതിയ വ്യക്തികളെ കർത്താവ് ഉപയോഗിക്കും. അങ്ങനെയുള്ളവരെ കർത്താവ് ഐക്യതയിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശമരിയ പട്ടണത്തിനകത്തുള്ളവർ എലീശയുടെ പ്രവചനം കേട്ടെങ്കിലും അവർക്കത് വിശ്വസിപ്പാനോ ആ പ്രവചന ശബ്ദത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തുവാനോ ഒരുവൻ പോലും ഇല്ല എന്ന് കണ്ട ദൈവം കുഷ്ഠരോഗികളെ തൻ്റെ ഹിതത്തിനു വേണ്ടി, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ വചനത്തെ നിവൃത്തീകരിക്കാൻ വേണ്ടി അവരെ വിശുദ്ധീകരിക്കുകയായിരുന്നു. പുറമേ വിശുദ്ധിയും വേർപാടും അകമേ അനുസരണക്കേടെന്ന കുഷ്ഠവും ഉള്ളവരെക്കാൾ നല്ലത് പുറമേ കുഷ്ഠരോഗമുള്ളവർ തന്നെയെന്ന് ദൈവം കണ്ടു. അരാം പാളയത്തിലേക്ക് പോവുക എന്ന ആഗ്രഹം ദൈവമാണ് അവർക്ക് നൽകിയത്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ഫിലിപ്പിയ ലേഖനം 2:13 പറയുന്നുവല്ലോ. അരാം പാളയത്തിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിൽ ആ 4 കുഷ്ഠരോഗികളും ഒരുമനപ്പെട്ടു. ആ തീരുമാനത്തിൽ അവർ 4 പേരും ഐക്യതയിൽ ആയി. ശമരിയയുടെ പടിവാതിക്കൽ വസിച്ചിരുന്ന കുഷ്ഠരോഗികൾ അരാം പാളയത്തിലേക്ക് പോവുക എന്ന തീരുമാനത്തിൽ ഒരുമനപ്പെട്ടപ്പോൾ തന്നെ ശത്രുപാളയത്തിൽ ഭിന്നത ആരംഭിച്ചു. ദൈവഹിതപ്രകാരമുള്ള ഒരുമനപ്പെടൽ എവിടെയൊക്കെ ഉണ്ടാകുമോ, ആരിലൊക്കെ ഉണ്ടാകുമോ അവരുടെ മുമ്പിലാണ് ദൈവം ശത്രുവിനെ ചിതറിച്ചു കളയുന്നത്.